പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മുരിക്കാശ്ശേരി 16 കണ്ടം മുഹൈദ്ദീൻ പുത്തൻ പള്ളിയുടെ സമീപത്താണ്. ഈ പള്ളിയുടെ അരികിൽ കൂടി മുകളിലേക്കൊരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട്. ഈ റോഡ് ചെന്നെത്തുന്നത് നേർച്ചപ്പാറ എന്ന പ്രദേശത്തേക്കാണ്. നമുക്ക് നേർച്ചപ്പാറ വരെ പോയാലോ? റോഡുകൾ ഭംഗിയായി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് പായിൽ പിടിച്ച് പല സ്ഥലങ്ങളിലും തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുരിക്കാശ്ശേരിയുടെ ഒരു 4 കിലോമീറ്റർ കൂടെ മാറി നേർച്ചപ്പാറ എന്ന സ്ഥലമാണ്. നേർച്ചപ്പാറയുടെ ഒരു പാറയുടെ ഫസ്റ്റത്തെ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുമാത്രമല്ല, നേർച്ചപ്പാറ എന്ന് പറയുന്ന പ്രദേശം ഇതിങ്ങനെ കറങ്ങി അവിടെ എല്ലാം നേർച്ചപ്പാറ എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പോൾ നമുക്ക് ഇനി പോകുവാനുള്ളത് ആ ഉയർന്നു നിൽക്കുന്ന പാറയിലേക്കാണ്. മുരിക്കാശ്ശേരിയുടെ പ്രദേശങ്ങളാണ് കാണുന്നത്, മുഴുവൻ മുരിക്കാശ്ശേരിയുടെ പ്രദേശങ്ങളാണ്. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്കവിടെ വരെയും പോകാം. ഇതൊരു ക്ഷേത്രമാണ്. കൂടാതെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കുരിശും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥിരതാമസക്കാരനായ ഒരു ചേട്ടൻ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഇവിടെ ഈ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമായിരുന്നല്ലേ? പണ്ട് അപ്പോൾ അവർ ഇപ്പോൾ തോപ്രാടി മേഖലയാണ്. തോപ്രാടി അടിമാലി പിന്നെ ഞാൻ അത് തന്നെ പിന്നെ മേഖലയ്ക്ക് അപ്പം അന്ന് കൂത്ത് നടത്തിയിട്ട് കൂത്ത് നടത്തുന്നതിന് വഴിപാടെന്നാണ് പറയുന്നത്. ശരി. ചേട്ടൻ്റെ പേരനാ? മുരളി. ഇവിടെ താമസക്കാരനാണ്. ഇവിടെ എത്ര വർഷം താമസിക്കുന്നുണ്ട്? ഇവിടെ 16 വർഷമായി. 6 വർഷം മുകളിലായി. അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ആദിവാസികൾ ഒഴിവായി പോയത്? ഞാനിപ്പോൾ നിൽക്കുന്നത് മുരിക്കാശ്ശേരി നേർച്ചപ്പാറ എന്ന സ്ഥലത്താണ്. ഈ നേർച്ചപ്പാറ എന്ന പേര് ഇവിടെ വരുവാൻ കാരണം ഈ കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് ആദിവാസി സമുദായക്കാർ മുൻകാലങ്ങളിൽ 10-50 വർഷങ്ങൾക്ക് മുൻപ് താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ. ഇപ്പോൾ അതെല്ലാം ഇവിടുന്ന് വിറ്റോ അല്ലെങ്കിൽ സ്ഥലം കൈമാറിയോ ഇവിടുന്ന് ഒഴിവായി പോയിരിക്കുന്നു. അപ്പോൾ അന്നുള്ള കാലത്ത് അവർ നടത്തിയിരുന്ന കൂത്ത് ഇത് നടത്തിയിരുന്ന സ്ഥലമാണിത്. ഇവിടെ ഈ കൂത്ത് നടത്തുന്നതിന് നേർച്ച കഴിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് നേർച്ചപ്പാറ എന്ന പേര് വരുവാൻ ഉണ്ടായ സാഹചര്യം. ഈ മലയുടെ മുകളറ്റത്ത് ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇവിടമെല്ലാം നേർച്ചപ്പാറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചത് മൂലം ഇത് നേർച്ചപ്പാറയും മുകൾ ഭാഗം കുരിശുപാറയും എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെമ്പകം എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ വൃക്ഷം വെറും പാറപ്പുറത്താണ് നിൽക്കുന്നതെങ്കിലും ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ ചെമ്പകത്തിൻ്റെ എല്ലാ ചുവടുകളിലും ആദിവാസി വിഭാഗം ഓരോ ഉപദേവതകളെ കുടിയിരുത്തിയിരിക്കുന്നു എന്നൊരു വിശ്വാസവും പരക്കെ നിലവിലുണ്ട്. പ്രിയ കൂട്ടുകാരെ, നമ്മൾ നേർച്ചപ്പാറ എന്ന സ്ഥലം പിന്നിട്ടു. ഇനി നമുക്ക് പോകാനുള്ളത് കുരിശുപാറ എന്ന സ്ഥലത്തേക്കാണ്. കുരിശുപാറ എന്ന പേര് വരുവാൻ കാരണം ഇവിടെ പാറയിലൊരു കുരിശ് ഉണ്ട് എന്നാണ്
ആളുകൾ പറഞ്ഞറിഞ്ഞത്. എങ്കിലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. മൊത്തം ഒരു വനപ്രദേശത്ത് ചെന്ന ഒരു പ്രതീതിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സമീപത്തൊന്നും ഒരു മനുഷ്യർ പോലും ഇല്ല. വഴി എന്ന് പറയുവാൻ ചെറിയൊരു വഴിച്ചാൽ മാത്രമേ ഉള്ളൂ. ആകപ്പാടെ ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇവിടേക്ക് കയറി വരുന്നതിന് മുൻപ് താഴെ വെച്ച് തന്നെ എനിക്കൊരു സിഗ്നൽ, ഒരു വാണിംഗ് ഒരാൾ തന്നിരുന്നു. സൂക്ഷിക്കണം, മുകളിൽ ഉപദ്രവകാരികളായ ചിലപ്പോൾ ചില ചെറുമൃഗങ്ങളെല്ലാം കാണാൻ സാധ്യതയുണ്ടെന്നൊരു ചെറിയ വാണിംഗ് എനിക്ക് തന്നിരുന്നു. കുരിശുപാറയിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ നേരെ താഴ്ഭാഗത്ത് 3 വീടുകൾ ആളുകൾ താമസം ഉപേക്ഷിച്ചു പോയതായി ഇവിടുന്ന് അവ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിമനോഹരമായ വളരെ ഏറെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സവിശേഷത സദാസമയവും ചീറിയടിക്കുന്ന കാറ്റാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു വിശേഷം. ഇതിന് ഏകദേശം ഒരു 12 അടിയോളം ഉയരമുണ്ട്. 12-13 അടി ഉയരത്തിലാണ് ഈ കുരിശ് നിൽക്കുന്നത്. 13 അടി ഉയരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാറയിൽ നിന്നുള്ള ഹൈറ്റാട്ടോ ഞാൻ പറഞ്ഞത്. മുരിക്കാശ്ശേരിയുടെ ഒരു മുഴുവൻ വ്യൂ നമുക്കിവിടെ നിന്നാൽ കാണാം. മുരിക്കാശ്ശേരിയുടേത് മാത്രമല്ല, ഇടുക്കി ജില്ലയുടെ ഒരു ഭൂപടം നിവർത്തി വെച്ചാൽ കാണുന്ന ഒരു പ്രതീതിയാണ് ഈ കുരിശുമലയിൽ കയറി നിന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ചില സമയങ്ങളിൽ വീശിയടിക്കുന്ന കാറ്റ്
ഒരുപക്ഷെ നമ്മെ തള്ളി താഴെയിടുമോ എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ളതാണ് ഇവിടുത്തെ കാറ്റ്. ഇവിടെ നിന്ന് 4 ഭാഗത്തേക്ക് തിരിഞ്ഞാലും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുക. പാറകളിൽ കാണുന്ന ചെറുകുഴികൾ പ്രത്യേക കൗതുകമുണർത്തി. മുരിക്കാശ്ശേരി സിറ്റിക്ക് സമീപം കാണുന്ന ഒരു മനോഹര വെള്ളച്ചാട്ടം ഇപ്പോൾ നമുക്കിവിടെ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് തിരികെ പോകുമ്പോൾ ആ വെള്ളച്ചാട്ടവും കൂടി കണ്ടിട്ട് പോകുവാൻ ശ്രമിക്കാം. നമ്മൾ ദൂരെയായി കണ്ട ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര. അങ്ങനെ നമ്മൾ മുരിക്കാശ്ശേരി സിറ്റിയിൽ എത്തിച്ചേർന്നു. മുരിക്കാശ്ശേരി സിറ്റിയിൽ നിന്നും 1 കിലോമീറ്റർ പോലീസ് സ്റ്റേഷൻ റൂട്ടിൽ കൂടി പോയാൽ കാണുന്നതാണ് ഈ തോട്. ഈ തോട് എന്ന് പറയുമ്പോൾ താഴെയുള്ള വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളറ്റമാണ്. നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്കൊന്ന് ഇറങ്ങണ്ടേ? വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുവാൻ ഇതാ അവിടെ കാണുന്ന പെട്ടിക്കടയുടെ സമീപത്ത് നിന്നും താഴേക്കൊരു വഴി പോകുന്നുണ്ട്. നമുക്ക് ആ വഴിയിൽ കൂടി വേണം പോകുവാൻ. അങ്ങനെ നമ്മൾ ഇതാ ആ വഴിയിലെത്തി. താഴേക്കുള്ള ഒരു വഴിയാണിത്. ഇത് അത്ര ആൾ സഞ്ചാരമുള്ള ഒരു പ്രദേശമല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം കാട് കയറി മൂടിയാണ് കിടക്കുന്നത്. ഇവിടെ നിന്നും താഴേക്ക് സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുള്ളത് കൊണ്ട് തെന്നി വീഴാതെ നമുക്ക് പോകാവുന്ന രീതിയിലാണ് ഇവിടെ വഴിയെല്ലാം കെട്ടിവെച്ചിരിക്കുന്നത്. പക്ഷേ അല്പം കൂടി താഴേക്ക് വന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ മുന്നിൽ കണ്ടത്. മറ്റൊന്നുമല്ല, ഇലക്ട്രിക് ലൈൻ പൊട്ടി വഴിയിൽ കിടക്കുന്നു. ഞാൻ ശ്രദ്ധിക്കാതെയാണ് വന്നിരുന്നതെങ്കിൽ ഈ കമ്പിയിൽ ചവിട്ടുകയും ഒരുപക്ഷെ പടമായി ഭിത്തിയിൽ തൂങ്ങിക്കിടക്കേണ്ടയും ഒരവസ്ഥ എനിക്ക് വരുമായിരുന്നു. എന്താണെങ്കിലും ലൈന് ഞാൻ ചവിട്ടിയില്ല. ഇനിയിപ്പോൾ അതിൽ കൂടി കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇത് വഴിയുടെ മധ്യത്തിലാണ് കിടക്കുന്നത്. ഒരു കാരണവശാലും ഇറങ്ങിപ്പോകുവാൻ വേറെ നിർവാഹമൊന്നുമില്ല. കാരണം അവസ്ഥവശാൽ എങ്ങാനും കമ്പിയിൽ തൊട്ടുപോയാൽ നല്ല ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഇനിയൊരു ദിവസം എടുക്കാം എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ടുള്ള യാത്ര ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി എത്രയും വേഗം KSEB ഓഫീസിൽ വിവരം അറിയിക്കുകയും പിന്നീട് വീട്ടിലേക്ക് പോവുകയും ചെയ്യാമെന്നായിരുന്നു എൻ്റെ തീരുമാനം. പോസ്റ്റിൽ നിന്നും 2 കമ്പികളും ബന്ധം വേർപെടുത്തിയിട്ടില്ലാത്തതിനാൽ കറണ്ട് കാണുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട്
നമുക്ക് ഇത് എത്രയും വേഗം KSEB ഓഫീസിൽ അറിയിക്കാം. സാറേ അവിടെ ലൈൻ കിട്ടിയിട്ടുണ്ട് സാറേ. ഇവിടെ ലൈൻ പൊട്ടിയിട്ടുണ്ട്, 2 ലൈൻ പൊട്ടിയിട്ടുണ്ട്. ഈ കുട്ടിക്കടയില്ലേ തൊട്ടുണ്ട് താഴേക്ക് പോയി. അപ്പോൾ ഞാൻ അതിലേക്ക് എവിടെയും ഞാൻ ഇറങ്ങി പോയി. കലക്കിൽ ഇവിടുന്ന് ഈ 100 മീറ്റർ മുമ്പ് പെട്ടിക്കട കഴിക്കുന്നുണ്ടല്ലോ. ആ പെട്ടിക്കട നടത്തി ഞങ്ങൾ പോയി. എൻ്റെ മണ്ണ് ഇവിടുന്ന് 100 മീറ്റർ അവിടെ നേരിൽ പെട്ടിക്കട കഴിക്കില്ലേ. നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ വഴി പോലീസ് സ്റ്റേഷൻ വഴി ഈ റോഡ് വഴി ഇവിടുന്ന് 100 മീറ്റർ ഉള്ളൂ അങ്ങോട്ട്. സേനാപതിയില് നമുക്ക് വേണ്ട വഴി നോക്കാം. അത് നമുക്ക് നോക്കാം. ഇതിനാണ് അസിയെ വിളിച്ചാണ് കമ്പി പൊടികളല്ലേ കാണിക്കാനോ അസിയെ വിളിച്ചാണ് ഒക്കെ മതി. പിന്നെ ഇതിനെ അസിയെ വിളി റോഡല്ലേ മെയിൻ റോഡില്ല. ഈ മെയിൻ റോഡ് ലീക്ക് ഇവിടെ മെയിൻ റോഡ് പോയിട്ട് കാണാം. ആ ഏത് കേട്ടില്ലേ അവിടെ പെട്ടിക്കടയിപ്പുണ്ടല്ലോ, ആ തോടിൻ്റെ തൊട്ടപ്പുറേ അവിടെ താഴ്ത്തിയ വഴി. ലൈൻ പൊട്ടിയ വിവരം നമ്മൾ KSEB ഓഫീസിൽ അറിയിച്ചു കഴിഞ്ഞു. പ്രിയ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.